ചുമയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് കഷായം തയ്യാറാക്കി കുടിച്ചു നോക്കുക. നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്ന ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസവും നൽകും. പ്രത്യേകിച്ച് മഴക്കാലവും തണുപ്പുകാലവും ഒക്കെയാണ്. ചുമ, ജലദോഷം, തൊണ്ടയിലെ അസ്വസ്ഥതകൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഷായമാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ കഷായം ഈ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ല ഒരു പരിഹാരമാണ്. തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന കഷായമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കഷായം തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു കഷായം തയ്യാറാക്കാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ശർക്കര, 1.5 ഗ്ലാസ് വെള്ളം എന്നിവയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് കഷായം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ചേരുവകളും ആദ്യം ഒന്ന് അരച്ചെടുക്കണം ഈ കഷായം തയ്യാറാക്കാനായിട്ട്. അതിന് ആദ്യം തന്നെ ജീരകം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചുമ, ജലദോഷം എന്നിവ തടയാനും അതുപോലെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഇൻഫെക്ഷൻസിനെതിരെ പോരാടാനും സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ആൻറ്റി ഓക്സിഡൻസിൻ്റെ നല്ല ഒരു സോഴ്സാണ്. ചുമയും ജലദോഷവും കുറയ്ക്കാനും അതുപോലെ തൊണ്ടയിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയാണ് ചേർക്കാനുള്ളത്. മല്ലിയിൽ വൈറ്റമിൻ സിയും അയണും ഉണ്ട്. ഇത് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും. അടുത്തതായിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. തൊണ്ടയിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ചുമ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുത്താലും മതിയാകും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കഷായം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം 1.5 ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിക്കണം. ഈ 1.5 ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിലേക്കൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ മെൽറ്റായി വരണം. നന്നായി വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ചുമയും ജലദോഷവും തൊണ്ടവേദനയൊക്കെയുള്ള സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് വീതമെങ്കിലും ദിവസവും കുടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനാകും. അപ്പോൾ ചുമയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് കഷായം തയ്യാറാക്കി കുടിച്ചു നോക്കുക. നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്ന ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസവും നൽകും. പ്രത്യേകിച്ച് മഴക്കാലവും തണുപ്പുകാലവും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കഷായം തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.